യെസ്, ഇറ്റ് ഇസ് ട്രൂ. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഒരു ആവറേജ് ഹ്യൂമൻ ട്രൈഗ്ലിസറൈഡ് മോളിക്കുലർ ഫോർമുല വിച്ച് ഇസ് ജനറലി ത്രോൺ അറൌണ്ട് ഇസ് C55H104O6. സോ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്ലിസറോൾ ബാക്ക് ബോണിലേക്ക് കണക്ട് ആയിട്ടുള്ള 3 ഫാറ്റി ആസിഡ്സിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ് എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ഫാറ്റ് ടിഷ്യൂവിലാണ് സ്റ്റോർ ആയിരിക്കുക. ഈ മോളിക്യൂൾസ് എനർജി പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് നമ്മൾ യൂഷ്വലി ഉദ്ദേശിക്കാറുള്ളത്. ഈ മോളിക്യൂളിൻ്റെ ഓക്സിഡേഷൻ ആണ് നമ്മൾ ഫാറ്റ് ലോസ് ആയിട്ട് പറയാറ്. ബൈ പ്രോഡക്ട്സ് ആർ കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സോ ഈ ട്രൈഗ്ലിസറൈഡിൽ എത്ര ശതമാനമാണ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പോകുന്നത്, എത്ര ശതമാനമാണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതിന് ആദ്യം ഈ ഇക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം ബേസിക് സ്റ്റോഷിയോമെട്രി ഉപയോഗിച്ചിട്ട്. കാർബൺ ഇവിടെ 55 ആണ്, സോ ഇവിടെയും 55 ആയിരിക്കണം. ഹൈഡ്രജൻ 104, സോ ഇവിടെ 52 ആയിരിക്കണം. ടോട്ടൽ ഓക്സിജൻ ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 162, സോ ഹിയർ ഇറ്റ് ഷുഡ് ബി 78, റൈറ്റ്? യെസ്. ഇനി നമുക്ക് ഈ ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ എത്ര കാർബൺ ഓക്സിജൻ ആറ്റംസ് ഇങ്ങോട്ട് പോകുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് ആയിട്ട്, എത്ര ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റംസ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയാം. സോ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ വാട്ടർ മോളിക്യൂൾസിൻ്റെ അതുപോലെ ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ മാസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് എത്രയാണ്, മാസ് നമ്പർ എത്രയാണെന്ന് അറിയണം. So for carbon it is 12, hydrogen it is 1, oxygen it is 16. ഈ മേലെ കാണുന്ന ഡിജിറ്റ്സ് ആണ് നമുക്ക് ആവശ്യം, അതാണ് മാസ് നമ്പേഴ്സ്. താഴെയുള്ള അറ്റോമിക് നമ്പേഴ്സ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. സോ മാസ് നമ്പേഴ്സ് ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് ആയിരിക്കും. സോ ട്രൈഗ്ലിസറൈഡിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, റൈറ്റ്? സോ 55 × 12. പിന്നെ അതുപോലെ 104, ഇവിടെ 6 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. സോ 16 × 6, ഇത് ടോട്ടൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 860 ആറ്റോമിക് മാസ് യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ട്രൈഗ്ലിസറിനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര കാർബൺ ഓക്സിജൻ ആറ്റംസ് ഇപ്പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 55 കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് പോവുക. സോ കാർബൺ ഡയോക്സൈഡിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 55 × 12, യെസ്. ഇനി അതുപോലെ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് പറയണം. 6 ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. അതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പോകും, വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകും എന്നുള്ളതൊരു ചോദ്യചിഹ്നം ആണ്. 1949 ലിഫ്സൺ ആൻഡ് കൊലീഗ്സ് അവരുടെ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലായി, ലൈക്ക് ദർ ഈസ് എ റാപ്പിഡ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആറ്റംസ് ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് ആൻഡ് ബോഡി വാട്ടർ. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ ഓക്സിജൻ ആറ്റംസ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ്. ആ മോളിക്യൂളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും അത് ഇപ്പുറത്തേക്ക് പോകുന്നത്, അതായത് 2:1 റേഷ്യോയിൽ. സോ 4 ഓക്സിജൻ ആറ്റംസ് കാർബൺ ഡയോക്സൈഡിലേക്ക് പോകും, 2 ഓക്സിജൻ ആറ്റംസ് വാട്ടർ മോളിക്യൂളായിട്ട് പോകും. സോ കാർബൺ ഡയോക്സൈഡിൻ്റെ കേസ് വരുമ്പോൾ 55 × 12, 16 × 4, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 724 ആറ്റോമിക് മാസ് യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ കാർബൺ ഡയോക്സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി വാട്ടർ മോളിക്യൂൾസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ടർ മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു 2:1 റേഷ്യോയിലായിരിക്കും ഈ 6 ഓക്സിജൻ ആറ്റംസ് ഇപ്പുറത്തേക്ക് പോകുന്നത്. 4 ഓക്സിജൻ ആറ്റംസ് കാർബൺ ഡയോക്സൈഡ്, 2 ഓക്സിജൻ ആറ്റംസ് വാട്ടർ മോളിക്യൂൾ. സോ ഇവിടെ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ 104 + 2 × 16, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 132 + 104 മീൻസ് 136 ആറ്റോമിക് മാസ് യൂണിറ്റ്. സോ നമ്മൾ ഇതിൻ്റെ ടോട്ടൽസ് കണ്ടെത്തി. ടോട്ടൽ ട്രൈഗ്ലിസറൈഡിൻ്റെ 860 ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ് മോളിക്കുലർ മാസ്. അതുപോലെ എത്ര കാർബൺ ഡയോക്സൈഡ് അതിൽ നിന്നുണ്ടായി ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് 724 ആറ്റോമിക് മാസ് യൂണിറ്റ്. അതുപോലെ ഇതിന് എത്ര വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നുണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റംസ്, അതിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് 136 ആറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടി. ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം, അതായത് എത്ര ശതമാനം ആണ് കാർബൺ ഡയോക്സൈഡ് പോകുന്നത് എന്നുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ CO2 724/860 × 100, അത് നമുക്കൊരു 84.1 ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക, 84%. അതുപോലെ എത്രയാണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നത്, എത്ര % ആണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. H2O
അത് 136/860 ഇൻറ്റു 100 നമുക്കതൊരു 15.8% ആയിരിക്കും കിട്ടുന്നത്. അതായത് റഫ്ലി 16% ആയിട്ടാണ് വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് പോകുന്നത്. സോ നമുക്ക് മനസ്സിലായി ഒരു 10 kg ഫാറ്റ് ലോസ് നടത്തിയാൽ അതിൽ 8.4 കിലോസ് കാർബൺ ഡയോക്സൈഡ് ആയിട്ടായിരിക്കും പോവുക. അതുപോലെ 1.6 kgs ആയിരിക്കും മെറ്റബോളിക് വാട്ടർ ആയിട്ട് പോകുന്നത്. ഈ വാട്ടർ നമുക്ക് മോയ്സ്ചർ ആയിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ യൂറിൻ, ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി റീഅബ്സോർബ്ഡ് ഫോർ ഹൈഡ്രേഷൻ പർപ്പസസ്. സോ യെസ്, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഏകദേശം പറയാം ലങ്സ് ആർ ദ പ്രൈമറി എക്സ്ക്രീറ്ററി ഓർഗൻ ഫോർ ഫാറ്റ് ലോസ് എന്നുള്ള കാര്യം. ഈ എൻറ്റയർ കാൽക്കുലേഷൻ ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രം റൂബൻ മിയർമൻസ് ആർട്ടിക്കിൾ വിച്ച് വാസ് പബ്ലിഷ്ഡ് എ ഡെക്കേഡ് അഗോ. ഞാനത് വീണ്ടും ചെയ്തതെന്ന് മാത്രം. സോ ഓൾ ദ ക്രെഡിറ്റ്സ് ഗോസ് ടു ഹിം.